മലയാള ഗവേഷണത്തിൽ ഒരു സന്ദർഭത്തിൽ നമുക്ക് പ്രധാനമായും ഒന്ന് രണ്ട് പഠന മേഖലകളാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് സാഹിത്യ പഠനം തന്നെയാണ്. പലപ്പോഴും ചില പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം എങ്ങനെയാണ് നമ്മുടെ ചില സാഹിത്യ രൂപങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന മട്ടിൽ പല ഗവേഷണ പഠനങ്ങളും മലയാള ഗവേഷണത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ നടന്നിട്ടുണ്ട്. കാൽപ്പനികത, റിയലിസം, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കഥ, കവിത തുടങ്ങിയ ആധുനിക സാഹിത്യത്തിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ, പാഠകേന്ദ്രിതമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. മധ്യകാല മണിപ്രവാള കൃതികളെക്കുറിച്ചോ പ്രാചീന കൃതികളെക്കുറിച്ചോ അവയുടെ ഭാഷാ ചരിത്രം അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുന്ന മട്ടിലുള്ള ചില പഠനങ്ങളും ആദ്യകാലത്ത് നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള നിരവധി പഠന മാതൃകകൾ നിലനിൽക്കുന്ന കാലത്ത് ഞങ്ങളെ പോലുള്ള ചില ഗവേഷകർ 90കളിൽ ഗവേഷണം ആരംഭിക്കുമ്പോൾ അന്ന് വളരെ ശ്രദ്ധേയമായിരുന്നൊരു പുതിയ പഠന മേഖലയായിരുന്നു ഫോക്ലോർ എന്ന് പറയുന്നത്. ഈ ഫോക്ലോർ പഠനം അന്ന് മലയാള പഠന വിഭാഗത്തിൻ്റെ ഭാഗമാകുന്നതിനെ സംബന്ധിച്ച് തന്നെ ധാരാളം അവ്യവസ്ഥിതികളും സംവാദങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിരുന്നു. എങ്ങനെയാണ് തെയ്യം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനത്തെക്കുറിച്ചുള്ള പഠനം മലയാള പഠനമാകുന്നത് എന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ മലയാള ഗവേഷണത്തിൻ്റെ ഓണ്ടോളജിക്കലായ, അതിൻ്റെ ഭവശാസ്ത്രപരമായ, അതോടൊപ്പം തന്നെ അതിൻ്റെ ജ്ഞാന സിദ്ധാന്തപരമായ അടിത്തറകളിൽ നിന്നുകൊണ്ട് സാഹിത്യ പഠനത്തെക്കുറിച്ച് നാളതുവരെ നമ്മൾ സങ്കല്പിച്ചെടുത്ത കാര്യങ്ങളോട് പൊരുത്തപ്പെടാത്ത ഒന്നാണ് ഈ ഫോക്ലോർ പഠനം എന്നുള്ള ഒരു പ്രശ്നം അക്കാലത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക ഘട്ടത്തിലാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ പഠന വിഭാഗത്തിൻ്റെ പേര് കേരള പഠന വിഭാഗം എന്ന് മാറ്റുന്നത്. അങ്ങനെ കേരളം എന്നുകൂടി ചേർക്കുന്നതോടെ നിങ്ങൾക്ക് മോഹിനിയാട്ടത്തെക്കുറിച്ചുള്ളൊരു പ്രബന്ധം സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മാറ്റിയത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഈ കലകളെക്കുറിച്ചും ഫോക്ലോർ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ള ഒരു സ്പേസ് അതുകൂടി മലയാള ഗവേഷണത്തിൻ്റെ ഭാഗമാണ് എന്ന ഒരു സങ്കല്പം പതിയെ ഉറപ്പിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിലാണ് ഞങ്ങൾ പോലുള്ള ആളുകൾ ഈ ഫോക്ലോർ പഠിക്കുന്നത്. അപ്പോൾ ഈ ഫോക്ലോർ ഗവേഷണം അത് വാസ്തവത്തിൽ ഈ സാംസ്കാരിക പഠനം എന്നതിനേക്കാൾ, ഇന്ന് രാമകൃഷ്ണൻ മാഷ് അത് പറഞ്ഞല്ലോ, അതൊരു സംസ്കാര പഠനം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്കാരത്തെ പറ്റിയുള്ള പഠനമാണ്. സാംസ്കാരികമായി പഠിക്കുകയല്ല, സംസ്കാരത്തെ ഒരു ദത്തമായി സ്വീകരിച്ചുകൊണ്ടുള്ള പഠനം എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ മലയാള പഠന വിഭാഗത്തിലേക്ക് ആദ്യം കടന്നു വന്നൊരു വിഷയമാണ് ഈ ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പം അന്ന് ഞങ്ങൾ ഫോക്ലോറിൻ്റെ ഈ സിലബസിനകത്ത് അതിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ സാധാരണ പറയാറുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഫോക്ലോർ എന്ന് പറയുന്നൊരു വിഷയം അതായി രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് തന്നെ പ്രധാനമായി ആ മേഖലയിൽ നടന്നിരുന്നത് ഈ ശേഖരണമാണ്. അപ്പോൾ പാട്ടുകളുടെ ശേഖരണമാണ് ഏറ്റവും ആദ്യം നടന്ന കാര്യം. വടക്കംപാട്ട് ശേഖരിക്കുക. അങ്ങനെ വടക്കംപാട്ട് ശേഖരിച്ചിട്ടാണ് നമ്മുടെ ചേലനാട്ടച്യുത മേനോനൊക്കെ അക്കാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഡിറ്റ് ചെയ്ത പുസ്തകം ഇറങ്ങുന്നത്. അതേപോലെ MC അപ്പുണ്ണി നമ്പൂതിരിയെ പോലുള്ള ആളുകൾ. അതിനു മുമ്പൊക്കെ ഈ വിദേശികളാണ് പ്രധാനമായിട്ടും പഴഞ്ചൊല്ലും പാട്ടുകളും ഒക്കെ ശേഖരിച്ചിരുന്നത്. അപ്പോൾ അവരുടെ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തദ്ദേശീയരായിട്ടുള്ള പണ്ഡിതന്മാരും ഈ ഫോക്ലോറിൽ കൗതുകം തോന്നുകയും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ളതാണ് എന്നൊരു തോന്നലോടുകൂടി അവയെല്ലാം പകർത്തി എഴുതുകയും ഒക്കെ ചെയ്തിരുന്നു.
അത് കേരളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിലും ലോകത്തുടനീളം അത്തരം യത്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ശേഖരണത്തിൻ്റെ ഒരു കാലത്ത് പക്ഷേ ഫോക്ക്ലോർ എന്ന് പറയുന്നൊരു വിഷയം, ഒരു പഠന വിഷയമായിട്ടത് വന്നു കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അതൊരു പഠന വിഷയമായി ഇന്ത്യയിലേക്കൊക്കെ വരുന്നതെന്ന് 1980-കളിലാണ്. ആ ഒരു പഠന വിഷയത്തിന് അടിത്തറയിടുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു പണ്ഡിതൻ അലൻ ഡെൻഡസ് ആണ്. അലൻ ഡെൻഡസ് വാസ്തവത്തിൽ ഒരു അമേരിക്കൻ പണ്ഡിതനാണ്. അദ്ദേഹം ഈ മേഖലയിൽ ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇന്ത്യയിൽ നടത്തിയ 1-2 ഘട്ടങ്ങളായി നടത്തിയ ഫോർഡ് ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്ത വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്ത പണ്ഡിതരാണ് പിന്നീട് ഇന്ത്യയിൽ സർവകലാശാലകളിൽ ഈ ഫോക്ക്ലോർ എന്ന് പറയുന്നൊരു വിഷയത്തെ സ്ഥാപിച്ചെടുക്കുന്നത്. അതിൽ ജവഹർലാൽ ഹണ്ടുവിനെ പോലെയുള്ള പണ്ഡിതന്മാരുണ്ട്, കേരളത്തിൽ രാഘവൻ പയ്യനാട് മാഷെ പോലുള്ള ആളുകളുണ്ട്. അങ്ങനെ അവിടെ കിട്ടിയ ഒരു പരിശീലന പദ്ധതി കേരളത്തിൽ ഈ ഫോക്ക്ലോർ പഠനം വികസിച്ചു വരുന്നതിൽ ഒരു നിർണായകമായ പങ്ക് വഹിക്കുകയുണ്ടായി. അത് കടന്നു വരുന്നത് ഭാഷാ പഠന വിഭാഗങ്ങളിലാണ്. കന്നഡയിലും തെലുങ്കിലും ബംഗാളിലും എല്ലാം ഈ ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫോക്ക്ലോർ പഠനം കടന്നു വരുന്നത്. ആ പഠന പദ്ധതി രൂപപ്പെടുത്തുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അലൻ ഡെൻഡസിനെ പോലുള്ള പണ്ഡിതന്മാരുടെ സവിശേഷമായ ഇടപെടലുണ്ട് എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ആരംഭിച്ച ഫോക്ക്ലോർ പഠനം ഒക്കെ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്ന് ആനുഷംഗികമായി പറയുന്നു എന്ന് മാത്രം. പ്രധാനമായും 2-3 വഴികളിലൂടെയാണ് അത് സഞ്ചരിച്ചത്. അതിലൊന്ന്, എങ്ങനെയാണ് ഈ ഫോക്ക്ലോറിനെ പഠിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ ഈ ശേഖരണം കൊണ്ട് കാര്യമില്ല. ശേഖരിച്ച വിവരങ്ങളെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു രീതിശാസ്ത്രം ഉപയോഗിച്ച് അതിൽ നിന്ന് ചില നിഗമനങ്ങൾ രൂപപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അതിന് പിന്തുടർന്ന ഒരു രീതിശാസ്ത്രം താരതമ്യ പഠനമായിരുന്നു, കമ്പാരറ്റീവ് എന്ന് പറയുന്നത്. അത് സാഹിത്യത്തിലുള്ളതുപോലെ ഭാഷയിലുള്ളതുപോലെ കമ്പാരറ്റീവ് ഫോക്ക്ലോർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മേഖലയായി വന്നു. അങ്ങനെ കന്നഡയിലെയും തെലുങ്കിലെയും നാടൻ പാട്ടുകളെ താരതമ്യം ചെയ്യുക, നാടോടി കഥകളെ താരതമ്യം ചെയ്യുക, അങ്ങനെ ഒരു താരതമ്യ പഠനം അക്കാലത്ത് വളരെ സജീവമായിട്ട് നിലനിന്നിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നാടൻ പാട്ടുകളെക്കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പഠിക്കുക, ജാനുഷിക പഠനം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഫോക്ക്ലോറിനകത്തുള്ള ജനുസ്സുകളെ തീരുമാനിക്കുകയും, അതൊക്കെ നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ നമ്മൾ അക്കാദമിക സമൂഹമാണ് ആ ജനുസ്സുകളെയൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ജനുസ്സുകളെ തീരുമാനിച്ച് ഫീൽഡ് വർക്കിലൂടെ വിവരങ്ങൾ ശേഖരിച്ച് ആ ജനുസ്സുകളെ കുറിച്ചുള്ള പഠനം എന്ന നിലയ്ക്കാണ് ചില പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഈ ജാനുഷിക പഠനം, താരതമ്യ പഠനം തുടങ്ങിയ ചില പഠന രീതികളാണ് ആദ്യകാലത്ത് പിന്തുടർന്നത്. പക്ഷേ ഇതൊക്കെ പിന്തുടരുമ്പോഴും അന്നത്തെ ഒരു വീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ പഴയ ക്ലാസിക്കൽ ആന്ത്രോപോളജി പിന്തുടർന്നിരുന്ന പ്രിമിറ്റീവ് ബാർബറിക് സിവിലൈസ്ഡ് എന്ന് പറയുന്ന 3 ഘട്ടങ്ങളിലൂടെ മനുഷ്യർ കടന്നു പോന്നിട്ടുണ്ടെന്നും അക്കാദമിക സമൂഹം നിലനിൽക്കുന്നത് സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണെന്നും നമ്മൾ പഠിക്കുന്നത് നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ പ്രിമിറ്റീവായ അതർ എന്ന് വിളിക്കാവുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണെന്നുമുള്ള ഒരു കൃത്യമായ ഒരു വേർതിരിവ്, വിഷയി ബന്ധം അക്കാലത്ത് ഈ അക്കാദമിക പഠനങ്ങളിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പഠിക്കുന്ന സബ്ജക്റ്റ് ഈ അക്കാദമിക ഗവേഷകയാണെങ്കിൽ പഠിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഈ പ്രിമിറ്റീവായിട്ടുള്ള സമ്പ്രദായങ്ങളുള്ള മനുഷ്യരാണ്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഇതെല്ലാം ശേഖരിക്കാൻ ശ്രമിച്ച വിദേശ പണ്ഡിതരായാലും തദ്ദേശീയ പണ്ഡിതരായാലും അവരുടെ ഈ മനോഭാവം ഇത് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഇത് ശേഖരിച്ച് വെച്ചില്ലെങ്കിൽ ഇതെല്ലാം നഷ്ടപ്പെടും എന്നതായിരുന്നു. അപ്പോൾ പ്രിമിറ്റീവ് ബാർബറിക് സിവിലൈസ്ഡ് എന്ന് പറയുന്ന ആ ഒരു പഴയ പാരഡൈം ഈ അക്കാദമിക ഗവേഷണം ആരംഭിച്ചതിന് ശേഷവും ഈ ഫോക്ക്ലോർ മണ്ഡലത്തിൽ തുടർന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ പ്രധാനമായിട്ടും ഫോക്ക്ലോറിനകത്ത് വന്ന ഒരു പഠന രീതി എന്ന് പറയുന്നത്, അതിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ഒരു കുട്ടികളെ ഗവേഷക വിദ്യാർത്ഥികളുടെ ഒരു
വേദിയിൽ പോയപ്പോൾ അവിടെയും ഒരു കുട്ടി സംശയം ചോദിച്ചൊരു കാര്യം, അയാൾ പുതുതായി ഒരു ഗവേഷണം ചെയ്യാൻ പോവുകയാണ്, അതിനെക്കുറിച്ചുള്ളൊരു ചർച്ച അവിടെ വന്നു. അപ്പോൾ അത് ഈ സമൂഹ പഠനം എന്ന രീതിയിലാണ്. സമൂഹ പഠനം എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി കൃത്യമായി പറഞ്ഞാൽ ജാതി സമൂഹ പഠനങ്ങൾ ആണ് ഫോക്ലോറിൽ വന്ന വേറെ. അപ്പോൾ പിന്നെ ഉത്തര മലബാറിലെ മലയ സമുദായത്തിൽ ജീവിതവും സംസ്കാരവും, അല്ലെങ്കിൽ ഈ മണ്ണാന്മാരുടെ ജീവിതവും സംസ്കാരവും, ഇങ്ങനെ ഈ ജാതിയുടെ പേര് പറഞ്ഞതിന് ശേഷം ജീവിതവും സംസ്കാരവും എന്ന ടൈറ്റിലിൽ ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ ഒരു കാലത്ത് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിച്ചത്, ഈ തട്ടാന്മാരുടെ ജീവിതവും സംസ്കാരവും ചെയ്യാൻ പറ്റുമോ മാഷേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് വളരെ ഒരു കാലത്ത് വളരെ ഇതായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം വിവരങ്ങൾ ശേഖരിക്കും. എത്നോഗ്രഫി എന്നായിരുന്നു പ്രധാനമായിട്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു ഗവേഷണ മാതൃകയായിരുന്നു. അപ്പോൾ വാമൊഴി പാരമ്പര്യം, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവാഘോഷങ്ങൾ, ഭൗതിക സംസ്കാരം, ഇങ്ങനെ 4-5 കാറ്റഗറി ആയിട്ട് തിരിച്ച് വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിക്കുന്നതോടുകൂടി ഉത്തര മലബാറിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഈ സമൂഹത്തെ പറ്റിയുള്ള ഒരു പഠനം പൂർത്തീകരിക്കാൻ കഴിയും എന്നൊരു തോന്നൽ. അതുകൊണ്ടാണ് പിന്നെ പ്രഗ്നൻ്റായ ഒരു കുട്ടിയെ കൊണ്ട് മുമ്പ് ഒരു പിതാവ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു, PhD JRF കിട്ടിയിട്ടുണ്ട് മാഷേ, അയാൾക്ക് PhD ചെയ്യണം, ഫോക്ലോറുമാരി എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയൊരു വിഷയമാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ്. അതിൻ്റെ ഒരു കാരണം ഇതാണ്, വളരെ എളുപ്പം ആയിരുന്നു അത് പല പഠനങ്ങളും. അതുകൊണ്ടാണ് ഇതോ ഈ പറഞ്ഞ പോലെ ഉത്തര മലബാറിലെ ഏതോ ഒരു ജാതി സമുദായത്തെ പറ്റിയുള്ള ഒരു ഇതിൻ്റെ ഓപ്പൺ ഡിഫൻസ് നടക്കുമ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന തോമസ് കുട്ടി മാഷ് ചർച്ചയിൽ പങ്കെടുത്ത് ചോദിച്ചൊരു ചോദ്യം, ഈ ഉത്തര മലബാറിലെ ഈ മണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഓട്ടോറിക്ഷയിൽ കയറാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അയാൾക്ക് മനസ്സിലായില്ല. മാഷ് ചോദിക്കാൻ ശ്രമിച്ചത് എല്ലാ മനുഷ്യരും ജീവിക്കണ പോലെ തന്നെയല്ല അവരൊക്കെ ജീവിക്കുന്നത്, പിന്നെ ഇവരെക്കുറിച്ച് നിങ്ങളിങ്ങനെ പ്രത്യേകം പഠിക്കേണ്ട എന്താ ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാ മനുഷ്യരും ചെയ്യുന്ന എല്ലാ കാര്യവും അവരൊക്കെ ചെയ്യുന്നുണ്ട്. അവർ ഓണം ആഘോഷിക്കുന്നുണ്ട്, അവർ വിഷു ആഘോഷിക്കുന്നുണ്ട്, അവർക്ക് എല്ലാ ഏർപ്പാടുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പഠനം നടത്തുന്നതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠനത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. മറ്റൊന്ന് പ്രധാനമായിട്ടും അക്കാലത്ത് പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, ഈ ഫോക്ലോറിൻ്റെ സ്വാധീനം സാഹിത്യത്തിൽ, അതൊരു പ്രധാനപ്പെട്ട പഠനമായിരുന്നു. അപ്പോൾ തകഴിയുടെ നോവലിലെ ഈ പുരാവൃത്തത്തിൻ്റെ സ്വാധീനം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ മറ്റേ ഈ ഏതെങ്കിലുമൊക്കെ നോവലുകളിലൊക്കെ കടന്നു വരുന്ന ഈ ഫോക്ലോർ അംശങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ കടലോര ജീവിതമാവാം, മലയോര ജീവിതമാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പഠനങ്ങൾ അക്കാലത്ത് നടന്നിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സാഹിത്യത്തിൻ്റെ കണ്ണിൽ നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ ഈ പ്രിമിറ്റീവ് ബാർബറിക് സിവിലൈസ്ഡ് എന്നൊക്കെ പറയുന്ന മട്ടിലുള്ള സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ആദ്യകാല ഫോക്ലോർ പഠനങ്ങൾ നടന്നത് എന്നാണ് ഞാൻ ആ ഭാഗം ചുരുക്കി പറയുന്നത്. അതിനുശേഷം നേരത്തെ ഞാൻ പറഞ്ഞ ഈ രാഘവൻ പൈനാട് മാഷെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ ഈ അക്കാഡമിക് ആക്ടിവിസം എന്ന പേരിൽ തന്നെ ഈ ഫോക്ലോറിനെ ഈ രീതിയിലൊക്കെ പോകുന്നതിന് പകരം അതിനെ കുറേ കൂടി തിയറട്ടിക്കലായിട്ടുള്ള, സൈദ്ധാന്തികമായിട്ടുള്ള അന്വേഷണങ്ങൾ നിർവഹിക്കുന്ന ഒരു പദ്ധതിയാക്കി മാറ്റണമെന്നും, ഈ പഴയ ക്ലാസിക്കൽ ആന്ത്രോപോളജിയുടെ ആ ഒരു പിന്നെ കുടുക്കിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആലോചനയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുടനീളം അന്നത്തെ യുവ ഗവേഷകർക്ക് ധാരാളം വർക്ക്ഷോപ്പുകൾ നടത്തിയിരുന്നു. അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു സിലബസാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ ഫോക്ലോർ ഇപ്പോൾ പഠിക്കുന്നെങ്കിൽ ഫോക്ലോർ സിദ്ധാന്തങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതൊക്കെ ആ ഒരു വർക്ക്ഷോപ്പിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങളാണ്. അങ്ങനെയാണ് പ്രധാനമായിട്ട് ഈ ഘടനാവാദം എന്ന് പറയുന്നത് ഫോക്ലോർ പഠനത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നൊരു പ്രധാനപ്പെട്ട സൈദ്ധാന്തിക മാതൃകയാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ടത്. അങ്ങനെ ഘടനാവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ധാരാളം പഠനങ്ങൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ജവഹർലാൽ നെഹ്റു, അദ്ദേഹം മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ മൈസൂരിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിൻ്റെ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പ് അധ്യക്ഷനായിരുന്നു നെഹ്റു, കാശ്മീരിയനാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന പഠനങ്ങൾ നടത്തിയിട്ടുള്ളതൊക്കെ ഈ ഘടനാവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ കണ്ണകി കോവലൻ കഥയെ അദ്ദേഹം ലെവിസ്ട്രോസിൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ച്, ഘടനാവാദം സിദ്ധാന്തം ഉപയോഗിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്.
രാഘവൻ പയ്യനാട് മാഷ് പിട്ട് എന്ന് പറയുന്ന നമ്മൾക്കറിയാവുന്ന ഭക്ഷണത്തെപ്പറ്റി ലെവിസ്ട്രോസിൻ്റെ സിദ്ധാന്തം ഉപയോഗിച്ച് ഒരു പഠനം നിർവഹിച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കവാറും ആ കാലഘട്ടത്തിൽ ഈ ഘടനാവാദം ഒരു പ്രധാനപ്പെട്ട ഇൻസ്പിരേഷനായിരുന്നു. അത് പ്രോപ്പിൻ്റെ നാടോടി കഥകളുടെ വിശകലനമായാലും ലെവിസ്ട്രോസിൻ്റെ മിത്തിൻ്റെ വിശകലനമായാലും അതൊക്കെ ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് വന്നതാണ്. മറ്റൊന്ന് ഈ ഓറൽ ഫോർമുലൈക് തിയറി, അതും ഘടനാവാദത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. മിൽമൻ പാരിയും ആൽബർട്ട് ബി ലോഡൊക്കെ അവതരിപ്പിച്ച സിദ്ധാന്തം. അതിൻ്റെ ചുവട് പിടിപ്പിച്ചുകൊണ്ടാണ് വടക്കൻ പാട്ടുകളെക്കുറിച്ചുള്ള തൻ്റെ PhD പ്രബന്ധം രാഘവാര്യർ മാഷ് അവതരിപ്പിക്കുന്നത്. അതാണ് വടക്കൻ പാട്ടിൻ്റെ പണിയാല എന്ന പുസ്തകമായിട്ട് വന്നത്. അതും ഘടനാവാദത്തിൻ്റെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ടതാണ്. അങ്ങനെ ഘടനാവാദം ഒരു പ്രധാനപ്പെട്ട പഠന മേഖലയായിട്ട് അക്കാലത്ത് നിലനിന്നിരുന്നു. പിന്നെ ഘടനാവാദത്തോടൊപ്പം ഈ പറഞ്ഞ അന്നത്തെ പുതിയ ഫോക്ലോർ പണ്ഡിതന്മാരെ ഏറ്റവും അധികം സ്വാധീനിച്ചത് സൈക്കോളജി ആയിരുന്നു, മനഃശാസ്ത്രം. അത് തന്നെ ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രബന്ധങ്ങൾ എഴുതിയ ഒരാളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അലൻ ഡെൻഡസ്. അദ്ദേഹത്തിൻ്റെ ക്രോ ആൻഡ് ദ സ്പാരോ എന്ന് പറയുന്ന ഒരു പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ജാതി വ്യവസ്ഥയെ പറ്റി അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ ഈ ടോയ്ലറ്റ് ട്രെയിനിങ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നത് എന്നാണ് ഫ്രോയിഡിനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റത്തെ വിലയിരുത്തിയിട്ടുള്ളത്. ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ അദ്ദേഹം ഈ മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ഈസ് ലൈക്ക് എ ചിക്കൻ കൂപ്പ് ലാഡർ എന്ന് പറയുന്ന ഒരു പുസ്തകം, ജർമ്മൻ ജനത ആനലറോട്ടിക് ആണെന്നും അതുകൊണ്ടാണ് അവിടെ ഹിറ്റ്ലറെ പോലെ ഒരു ഫാസിസ്റ്റ് ഉണ്ടായി വന്നതെന്നൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ് ലൈഫ് ഈസ് ലൈക്ക് എ ചിക്കൻ കൂപ്പ് ലാഡർ എന്നുള്ളത്. അവിടുത്തെ കോഴിക്കൂട്ടിലേക്ക് കോഴികൾക്ക് കയറി പോകാൻ വേണ്ടി ഒരു കോണി വയ്ക്കുന്നത്. ആ കോണിയുമ്പോൾ കൂടി കയറുമ്പോൾ അതിലൊക്കെ ആകെ കാഷ്ടമുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് ഈ ജർമ്മൻ ജനതയുടെ ജീവിതം മുഴുവൻ കാഷ്ടം കൊണ്ട് നിറഞ്ഞതാണ്. ഈ ഭൂതകാല രതി വല്ലാതെയുള്ള ഒന്നാണ് ഈ ജർമ്മൻ ജനതയുടെ അബോധം എന്ന് പറയുന്നൊരു പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനഃശാസ്ത്ര പഠനങ്ങൾ ഈ ഫോക്ലോറിൻ്റെ മേഖലയിൽ അക്കാലത്ത് നടന്നിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തിയറി അപ്ലൈ ചെയ്യാനുള്ള ഒരു ഒന്നാണ് മനുഷ്യരുടെ ജീവിതം എന്നും മനുഷ്യരുടെ ആവിഷ്കാരം എന്നുള്ള വളരെ ഡിഡക്റ്റീവ് എന്ന് വിളിക്കുന്ന ഒരു രീതിശാസ്ത്രം അല്ലെങ്കിൽ സമീപനമാണ് അക്കാലത്ത് ഫോക്ലോർ പഠനത്തിൽ നിലനിന്നിരുന്നത്. അപ്പോൾ ഇതായത് ഒരു രണ്ടാം ഘട്ടമായിട്ട് മനസ്സിലാക്കാം. അതിൻ്റെ അവസാന ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഏതാണ്ട് ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഫോക്ലോറിനോടുള്ള ആകാംക്ഷയൊക്കെ ഏതാണ്ട് ഇല്ലാണ്ടായി തുടങ്ങി. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അത് പുതിയൊരു മേഖലയായിട്ടൊക്കെ വന്നിരുന്നതാണ്. എന്നാൽ ഇന്ന് ഫോക്ലോർ നേരത്തെ കൾച്ചർ സ്റ്റഡീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലാണ് ഫോക്ലോറിന് ആദ്യമായിട്ടൊരു പഠന വിഭാഗം ആരംഭിച്ചത്. അതൊക്കെ അടച്ചുപൂട്ടി. അപ്പോൾ മിക്കവാറും ഈ ഫോക്ലോർ എന്ന് പറയുന്ന വിഷയത്തിന് പഴയതുപോലെയുള്ളൊരു നിലനിൽപ്പില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ ഈ ഒരു അപായമൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം രാഘവൻ പയ്യനാട് മാഷ് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം, അതൊരു പുസ്തകമായിട്ട് വന്നിട്ടുണ്ട്, ഫോക്ലോറിനൊരു പഠന പദ്ധതി എന്ന പേര്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. ഫോക്ലോർ കടന്നു പോകുന്ന വഴികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ എങ്ങനെ ഇനി ഫോക്ലോറിനെ സംരക്ഷിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരാലോചനയിൽ ആർജിതമായ വിജ്ഞാനത്തിൻ്റെ പിൻബലത്തോടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അക്കാഡമീഷ്യൻ സ്വേച്ഛാപരമായി മുന്നോട്ട് വെക്കുന്ന പരികൽപ്പനയെ സിദ്ധാന്ത പദവിയിലെത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ് സ്വീകരിക്കപ്പെട്ടു വന്ന ഗവേഷണ മാതൃക എന്ന് അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഏതെങ്കിലും ഒരു തിയറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചില സങ്കല്പനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പരികൽപ്പന ഉണ്ടാക്കുകയും ആ പരികൽപ്പന തെളിയിക്കുന്നതിന് വേണ്ടി ദത്തങ്ങൾ ശേഖരിച്ച് അത് സാധൂകരിക്കുകയും ചെയ്യുന്ന രീതിശാസ്ത്രമാണ് നാം ഇതുവരെ പിൻപറ്റിയിരുന്നത്. അതായത് ഈ അറിവുൽപാദനത്തിൻ്റെ അധികാരി അക്കാഡമീഷ്യനാണ്, ഗവേഷകനോ ഗവേഷകയോ ആണ്. അതിനു പകരം ജനങ്ങൾക്ക് ഈ അധികാരം നൽകുന്ന ഒരു പഠന പദ്ധതിയാണ് നാം രൂപപ്പെടുത്തേണ്ടത് എന്ന് മാഷ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അവിടെയാണ് അദ്ദേഹം തൻ്റെ തെയ്യം പഠനത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ ഗവേഷകൻ്റെ പരികൽപ്പനകളല്ല മുഖ്യമെന്നും ആത്യന്തികമായി നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് ലഭിക്കുന്ന ദത്തമാണ് ഏറ്റവും പ്രധാനമെന്നും അദ്ദേഹം തൻ്റെ പഠനത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ പഠനം മുന്നോട്ട് വെക്കുന്നത് ആന്തരികമായ തെളിവുകളെ അഥവാ കൂട്ടായ്മയുടെ ബോധാബോധ തലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുതകളെയാണ് യാഥാർത്ഥ്യമായി കണക്കിലെടുക്കേണ്ടത്.
ഗവേഷകൻ ഒന്നും ആരോപിക്കാൻ പാടില്ല. ലഭ്യമായ ദത്തത്തെ ക്രമീകരിക്കുകയും സാമാന്യീകരിക്കുകയും സാമാന്യീകരണത്തിന് വഴങ്ങാത്ത വസ്തുതകളെ അതായിട്ട് തന്നെ പ്രസ്താവിക്കുകയുമാണ് ഈ പഠനത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തവും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. അതാണ് ഒരുപക്ഷെ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസാന സന്ദർഭത്തിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ കേരളത്തിലൊരു അക്കാഡമീഷ്യൻ ഈ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കുന്നതിന് സ്വയം കണ്ടെത്തിയൊരു മാർഗം. അതിന് അദ്ദേഹം ചെയ്യുന്നത് തെയ്യത്തിലെ ദൈവസങ്കല്പത്തെ അവതരിപ്പിക്കുകയാണ്. ആ പ്രബന്ധത്തിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ ദൈവസങ്കല്പത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ടെന്ന് പറഞ്ഞു വയ്ക്കുക മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അതിനേതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ലഭ്യമായ ദത്തത്തെ ക്രമീകരിക്കുകയും സാമാന്യീകരിക്കുകയും സാമാന്യീകരണത്തിന് വഴങ്ങാത്ത വസ്തുതകളെ അതായിട്ട് തന്നെ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, മറ്റൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നാണ് മാഷ് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങളൊക്കെ ഞങ്ങൾ അക്കാലത്ത് ചോദിച്ചിരുന്നു. നിങ്ങൾ ഗവേഷകൻ എന്നുള്ള അർത്ഥത്തിലൊരാൾ ഈ ദത്തങ്ങൾ ക്രമീകരിക്കുന്നതിൻ്റെ സാമാന്യീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ അക്കാഡമിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക്, നമ്മൾ തന്നെ കടന്നു പോകുന്ന ഫ്രെയിംവർക്കുകൾ അതിനെ സ്വാധീനിക്കാതിരിക്കുമോ എന്നൊക്കെ ഞങ്ങൾ അക്കാലത്ത് ഈ മാഷയുടെ ഈ മെത്തഡോളജിയായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് ചോദിച്ചിരുന്നു. ഏതായാലും തെയ്യത്തിലെ ദേവതാ സങ്കല്പത്തെ ആഭ്യന്തര തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം, അവയുടെ ക്രോഡീകരണത്തിലൂടെ മാത്രം വിശദീകരിക്കാൻ നടത്തുന്ന ഒരു ശ്രമമായിരുന്നു മാഷയുടെ പഠനം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ്. അപ്പം ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഫോക്ലോർ ഒരുപക്ഷെ മലയാള പഠന വിഭാഗത്തിലേക്ക് കടന്നു വന്ന സംസ്കാര പഠനത്തിൻ്റെ ആദ്യ മാതൃകയുടെ ഒരു ലഘുചരിത്രം എന്ന് പറയുന്നത്. അത് ക്ലാസിക്കൽ ആന്ത്രപ്പോളജിയുടെ കണ്ണിലൂടെ ആരംഭിച്ച് പിന്നീട് വളർന്നു വന്ന ഘടനാവാദവും മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെയൊക്കെ പിൻപറ്റി ഏറ്റവും ഒടുവിൽ സിദ്ധാന്തങ്ങളെ തന്നെ ഉപേക്ഷിച്ച് അതോടുകൂടി ആ പഠന വിഷയത്തിൻ്റെ തന്നെ ഗതി ഏതാണ്ട് പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വാസ്തവത്തിൽ ഇന്ന് നാം ഉള്ളത്. പക്ഷെ അപ്പോഴേക്കും മലയാള ഗവേഷണത്തിൻ്റെ മറ്റു മേഖലകളിൽ സാംസ്കാരിക പഠനത്തിൻ്റെ ചില സൂചനകൾ നമുക്ക് ലഭിച്ചു തുടങ്ങിയിരുന്നു. അത് നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ NK രവീന്ദ്രനെ പോലുള്ള ആളുകൾ എഴുതിയ ഈ ഫെമിനിസ്റ്റ് പഠനങ്ങൾ ആദ്യ മാതൃകകളായിട്ട് കടന്നു വരുന്നുണ്ട്. അതുപോലെ KEനെ പോലുള്ള ആൾക്കാർ മലയാള പഠന വിഭാഗത്തിൽ അക്കാലത്ത് അവതരിപ്പിച്ച കറുപ്പിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്ന പേരിൽ പിൽക്കാലത്ത് പുസ്തകമായ ദളിത് പഠനങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തുടക്കം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് പ്രദീപനെ പോലുള്ള ആളുകൾ അവിടെ അത്തരം മേഖലകളിൽ ഗവേഷണത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഈ ദളിത് പഠനങ്ങളും സ്ത്രീവാദ പഠനങ്ങളും പാരിസ്ഥിതികമായിട്ടുള്ള അവബോധത്തോടു കൂടിയിട്ടുള്ള പഠനങ്ങളൊക്കെ വന്ന് സാഹിത്യ പഠനം തന്നെ ഒരു സാംസ്കാരിക പഠനമായി മാറുന്നതിൻ്റെ സൂചനകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നൊരു മേഖലയിൽ ആ ഗവേഷണം മുന്നോട്ട് പോയില്ലെങ്കിലും, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയില്ലെങ്കിലും, സാഹിത്യത്തെയും അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെയും ഭാഷയെയും ഒക്കെ സാംസ്കാരികമായി പഠിക്കുക എന്ന് പറയുന്നത് പിന്നീട് വളരെ സജീവമായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇത് ഇവിടെ നടന്ന ഒരു കാര്യം മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല. ലോകത്തുടനീളം ഇത്തരം പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ഫെമിനിസ്റ്റ് പഠനങ്ങളും ദളിത് പഠനങ്ങളും അതുപോലുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ പുതിയ കുട്ടികളുടെ ഒരു സാഹചര്യത്തിലേക്ക് കൂടി വരുമ്പോൾ അത് പുതിയ ചില പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഒരു തീസീസ് എനിക്ക് തള്ളിക്കളയേണ്ടതായിട്ട്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ഒരിക്കലും ഒരു തീസീസ് വാല്യുവേഷൻ സ്വീകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അതോടുകൂടിയിട്ട് ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളൊരു തീസീസാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള ആ തീസീസിൽ പിന്നെ എൻ്റെ തലക്കെട്ടിൽ ചട്ടമ്പി സ്വാമികളുടെ ഒരു ഉത്തരാധുനികനായിട്ട് അവതരിപ്പിക്കുന്ന ഒരു തീസീസാണ്. എനിക്ക് അതിൻ്റെ ഒരു യുക്തി എന്നെ മനസ്സിലായില്ല.
ചട്ടമ്പി സ്വാമികളെ ഒരു ഉത്തരാധുനിക എന്താണ് ചിന്തകനെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു തീസിസാണ്. ഇനി അതിലൊരു കൗതുകം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ അതിൽ 1-ാമത്തെ അധ്യായത്തിൽ ഉത്തരാധുനികത എന്താണ്, അതെന്താ, ഇതെന്താ, ഫൂക്കോ, ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത അധ്യായം മുതൽ ഈ പറയുന്ന നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഓരോരോ കൃതികൾ ഓരോ ചാപ്റ്ററിൽ ചുരുക്കി എഴുതി വെച്ചിട്ടുണ്ട്. വലിയൊരു തീസിസാണ്. ആദ്യം എഴുതിയ അധ്യായമായിട്ട് പിന്നെ വരുന്ന അധ്യായങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അതാ. അപ്പം അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈദ്ധാന്തികത എന്നുള്ള സങ്കല്പത്തെ നമ്മളൊക്കെ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവരും പറയും, ചില കുട്ടികൾ പറയും, പക്ഷേ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് ശരിയായിട്ടില്ല, തിയറീൻ്റെ ചാപ്റ്റർ. അപ്പോൾ തിയറീൻ്റെ ചാപ്റ്റർ ഇങ്ങനെ ഈ കേക്കിൻ്റെ മുകളിൽ നമ്മളൊരു പൂവൊക്കെ വെക്കണ പോലെ വെക്കാനുള്ളൊരു സംഗതിയാണ് എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് സംസ്കാര പഠനം എന്ന് പറയുന്നത്? സാംസ്കാരിക പഠനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ അർത്ഥത്തിൽ സിദ്ധാന്തം വേറെയും ഈ നമ്മൾ ചെയ്യുന്ന കാര്യം വേറെയുമായി തീരുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഈ കാര്യത്തിൽ ടെറി ഈഗിൾട്ടൻ്റെ ആഫ്റ്റർ തിയറി എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് 1960-കളിൽ 80-കളിലാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉത്തരാധുനികം എന്നോ ഘടനാവാദാനന്തരം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടായി വരുന്നത് 60-കളിൽ 80-കളുടെ കാലത്താണ്. അത് യൂറോപ്പിലുണ്ടായി വരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ രാഷ്ട്രീയ മുന്നേറ്റങ്ങളാണ്. ഈ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ നിന്ന് തന്നെയാണ് നേരത്തെ റൈമൺ വില്യംസിനെ കുറിച്ചൊക്കെ രാമകൃഷ്ണൻ മാഷ് സൂചിപ്പിച്ചല്ലോ. അവിടെ അഡൽട്ട് എഡ്യൂക്കേഷൻ സർവകലാശാലകളിലേക്ക് വരികയും ഈ വയോജന വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഷേക്സ്പിയർ പഠിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോഴാണ് ഈ റൈമൺ വില്യംസ് സംസ്കാര പഠനം എന്നൊക്കെയുള്ള ആശയത്തിലേക്ക് വരുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ രാഷ്ട്രീയ ചലനമാണ് സിദ്ധാന്ത രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത് രാമകൃഷ്ണൻ മാഷ് അതിൻ്റെ തുടക്കത്തിൽ അത് സൂചിപ്പിച്ചു. ഞാനത് അല്പം കൂടി വിശദീകരിച്ചുകൊണ്ട് അത് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ രാഷ്ട്രീയ ചലനങ്ങളിൽ നിന്നാണ് സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ സിദ്ധാന്തം എന്നുള്ളത് ഒരു ദൈക്ഷണിക രൂപമായി എവിടുന്നോ ഉണ്ടായി വരുന്നതല്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയ ചലനങ്ങൾക്കൊപ്പം സ്വയം നവീകരിക്കാനും സ്വയം മാറാനും നമ്മുടെ അക്കാഡമിക ലോകത്തിന് സാധ്യത കിട്ടുന്നില്ലെങ്കിൽ സാംസ്കാരിക പഠനം അർത്ഥശൂന്യമായിത്തീരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ രവീന്ദ്രൻ മാഷോ അല്ലെങ്കിൽ പ്രദീപനോ ഒക്കെ ഈ പഠനം ആരംഭിക്കുന്ന കാലത്ത് അതിനുണ്ടായിരുന്ന ആ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് എന്ന് പറയില്ല, അതിൻ്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു ലക്ഷ്യം പലപ്പോഴും പുതിയ പഠനങ്ങളിൽ നിങ്ങൾ എന്തിനാണ് ചട്ടമ്പി സ്വാമികളെ പഠിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് അയ്യങ്കാളിയെ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നത് എന്നതിന് രാഷ്ട്രീയമായ ഒരു ഉത്തരമില്ലെങ്കിൽ ആ ഗവേഷണ പ്രബന്ധം അസംബന്ധമായി തീരുമെന്നതിൻ്റെ തെളിവാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഈ കേക്കിൻ്റെ മുകളിലുള്ള ഈ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടെറി ഈഗിൾട്ടൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഒരൊറ്റ വരി ഞാൻ ഒന്ന് കോട്ട് ചെയ്യാം. Cultural theory responded by analyzing how meaning, identity, power and ideology operate through these everyday forms. ദൈനംദിന ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രത്യയശാസ്ത്രവും അധികാരവും സ്വത്വബോധവും അർത്ഥങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് നാം വാസ്തവത്തിൽ സാംസ്കാരിക പഠനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനം, അത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒന്നാണ്. അതാണ് നമ്മുടെ ദൈനംദിന ജീവിതമാണ് അതിൻ്റെ ആകരം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ റാഡിക്കലായിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നതുമായി അത്രമാത്രം നാഭീനാള ബന്ധമുള്ള ഒന്നാണ് സാംസ്കാരിക പഠനത്തിൻ്റെ മേഖല. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് യൂറോപ്പിൽ സാംസ്കാരിക പഠനം തകരുന്നത് എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെ അവിടെ അവസാനിച്ചു. 60-കളിൽ ഫൂക്കോ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്ത വിദ്യാർത്ഥി കലാപത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള കലാപങ്ങളുടെയും സമരങ്ങളുടെയും യുഗം അവസാനിക്കുകയും ചോക്ലേറ്റിൻ്റെ യുഗം ആരംഭിക്കുകയും ചെയ്യുന്നതോടുകൂടി സാംസ്കാരിക പഠനം അവിടെ അപ്രസക്തമായി തീരുന്നു എന്നാണ് ഈഗിൾട്ടൺ നിരീക്ഷിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഉപഭോഗ സംസ്കാരത്തിൻ്റെയും ഈ പറഞ്ഞ സവിശേഷമായ മാധ്യമ പരിസരത്തിൻ്റെയും ലോകത്ത് നിങ്ങൾക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രദീപൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആരംഭിച്ചു വെച്ച ഒരു ഗവേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നാം ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയവുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള ചില ആലോചനകളും വളരെ പ്രധാനമാണ്. ആ ഗണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പേര്, അല്ലെങ്കിൽ നാം എപ്പോഴും പിന്തുടരാൻ ശ്രമിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പേര്, ഈ പഠന വിഭാഗം ആരംഭിച്ച കാലത്തെ ഇതിന് മുഴുവൻ രൂപപ്പെടുത്തിയ സക്കറിയ സാറിൻ്റെ പേരാണ്. അദ്ദേഹം ഈ സാംസ്കാരിക പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ താക്കോൽ വാക്കുകളുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. പിന്നെ ഈ താപസം എന്ന് പറയുന്ന മാസികയ്ക്ക് വേണ്ടി ഒരു കുറിപ്പ് എഴുതാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പത്തിലുള്ള പ്രാധാന്യം, അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള ഊന്നൽ ശ്രദ്ധിക്കാൻ ഇടവന്നു. താക്കോൽ വാക്ക് എന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരാശയമാണ്. നമുക്കറിയാവുന്ന പോലെ റെയ്മണ്ട് വില്യംസാണ് അതിനെ ക്രോഡീകരിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെ സാംസ്കാരിക പഠനത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ താക്കോൽ വാക്ക് അല്ലെങ്കിൽ കീ വേർഡ് എന്ന് പറയുന്നത് ഈ സിദ്ധാന്തം എന്ന് പറയുന്ന സങ്കല്പത്തിന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. സിദ്ധാന്തങ്ങൾ പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള ചില അതിരുകൾക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ താക്കോൽ വാക്കുകൾക്ക് ആ അതിരുകളെ ലംഘിച്ച് കടന്നു പോകാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാംസ്കാരിക പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് താക്കോൽ വാക്കുകളിലാണ് എന്ന് സ്കറിയ മാഷ് ഒരിടത്ത് എഴുതിയതിൽ നിന്നാണ് പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു ലേഖനമൊക്കെ എഴുതാൻ എനിക്കൊരു പ്രചോദനം കിട്ടിയത്. അപ്പോൾ അതിൽ ഈ റൈമണ്ട് വില്യംസിന് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നത് വൊളോഷിനോവിൽ നിന്നാണ് എന്ന് മറ്റൊരിടത്ത് ഞാൻ വായിക്കാനിടയായി. അപ്പോൾ വൊളോഷിനോവ് ആ കാലമായപ്പോഴേക്കും മാർക്സിസം ആൻഡ് ദ ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്നുള്ള ടെക്സ്റ്റ് എഴുതി കഴിഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് നാം ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് കേവലമായി ആശയവിനിമയത്തിനുള്ള ഒരു ഉപാധിയല്ല എന്നും അതിൽ ചരിത്രം ഊറിക്കൂടിയിട്ടുണ്ട്, സെഡിമെന്റഡ് ഹിസ്റ്ററി എന്നൊരു വാക്കിൽ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ വ്യാവഹാരികതയിലൂടെ രൂപപ്പെട്ടു വരുന്നതാണെന്ന് പറയുകയാണ് വൊളോഷിനോവ് ചെയ്യുന്നത്. അപ്പോൾ ഈ വ്യാവഹാരികത സൃഷ്ടിക്കുന്ന അർത്ഥത്തിൻ്റെ ഈ മാപ്പിംഗ്, അതാണ് ഈ കീവേഡ്സിൽ റെയ്മണ്ട് വില്യംസ് ചെയ്യാൻ. ഇപ്പോൾ കൾച്ചർ എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള വാക്ക്, ക്യാപിറ്റൽ എന്നുള്ള വാക്ക്, അത് ആദ്യം എങ്ങനെയാണ് ഉപയോഗിച്ചത്, പിന്നീട് അതിനെന്തൊക്കെ അർത്ഥവ്യത്യാസങ്ങളാണ് വന്നത്, ഒരുപക്ഷെ ആദ്യം ഉപയോഗിച്ച അർത്ഥത്തിൻ്റെ നേർ വിപരീതാർത്ഥം പിന്നീട് എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്നിങ്ങനെ ആ വാക്കിൻ്റെ പിന്നാലെ നടന്ന് അതിൻ്റെ ഒരു ആർത്ഥിക ഭൂപടം നിർമ്മിച്ചെടുക്കുകയാണ് റെയ്മണ്ട് വില്യംസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ താക്കോൽ വാക്കിൻ്റെ ഒരു പ്രത്യേകത, അതിന് ഒരേ സമയം നേരത്തെ രാമകൃഷ്ണൻ മാഷ് പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഏത് സിദ്ധാന്തമാണ് മാഷെ ഞാൻ ഈ ഗവേഷണത്തിന് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികാരം എന്ന് കേട്ടാൽ ഉടനെ ഫൂക്കോ, അതാണ് നമ്മളൊരു വഴി. അതാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പോൾ അതിന് അധികാരം എന്നുള്ള വാക്ക് ആ അർത്ഥത്തിൽ ഫൂക്കോ ഉപയോഗിക്കുന്ന പവറിന് ഉപയോഗിക്കുന്നതിന് അത്ര ശരിയല്ല എന്നാണ് ഇപ്പോൾ മധുമാഷ പോലുള്ള ആളുകളൊക്കെ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ചില കാര്യങ്ങൾ പറഞ്ഞുറച്ച് അത് വളരെ ഡോഗ്മാറ്റിക്കായ പിന്നെ എങ്ങനെയാണത് ഈ പറഞ്ഞ കൾച്ചറൽ സ്റ്റഡി ആവുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ ഡോഗ്മയും ചോദ്യം ചെയ്യുന്നതാണ്, എല്ലാ ജഡിലോക്തികളെയും ചോദ്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ സാംസ്കാരിക പഠനം എന്ന് പറയുക. പക്ഷെ ഇപ്പോൾ നമ്മൾ ചില ജഡിലോക്തികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഈ സാംസ്കാരിക പഠനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ താക്കോൽ വാക്കുകൾ ഇതിൽ വളരെ പ്രധാനമായി വരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ നടന്ന വിദ്യാർത്ഥികളുടെ ഒരു ഇതിൽ രാമകൃഷ്ണൻ മാഷ് ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഓർമ്മ എന്ന് പറയുന്ന ഒരു താക്കോൽ വാക്ക്, മെമ്മറി, ഇപ്പം മെമ്മറി സ്റ്റഡീസ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മെമ്മറി എന്ന് പറയുന്നതിന് അതിന് ഹിസ്റ്ററി ആയിട്ട് ബന്ധമുണ്ട്, അതിന് ട്രോമയായിട്ട് ബന്ധമുണ്ട്, അതിന് നരേഷനായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഈ ഓർമ്മ എന്നുള്ളൊരൊറ്റ വാക്കും കൂടെ എടുത്തു കഴിഞ്ഞാൽ
നിങ്ങൾക്കതിനെ നെററ്റോളജിയിലേക്കും സൈക്കോളജിയിലേക്കും ഹിസ്റ്ററിയിലേക്കും ഒക്കെ കടന്നു പോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മാധവൻ പാലാട്ടിൻ്റെ ഒരു പ്രബന്ധമുണ്ട്, പിന്നെ ഓർമ്മയും ചരിത്രവും, മെമ്മറി ആൻഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടുകയും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഓർമ്മയും ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓർമ്മ പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. ചരിത്രം പലപ്പോഴും ഭൂതകാലത്തിൽ നാം വിശകലനത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന മട്ടിലാണ് നമ്മളിപ്പോൾ ചരിത്രത്തെ കാണുന്നത്. അപ്പോൾ ചില കുട്ടികളൊക്കെ തീസിസിൽ എഴുതും, ഇപ്പോൾ ദളിത് സാഹിത്യമൊക്കെ പിന്നെ ഗവേഷണം ചെയ്യുന്നത് ഇതൊരു ബദൽ ചരിത്രമാണെന്നൊക്കെ പറയും. ബദൽ ചരിത്രം എന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല. കാരണം ചരിത്രം വേറെയാണ്, അതൊരു മെമ്മറിയാണ്. മെമ്മറിയുടെ ഉദ്ദേശവും ചരിത്രത്തിൻ്റെ ഉദ്ദേശവും രണ്ടാണ്. ചരിത്രം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനാണ്. അത് ഓർമ്മയെ മുഴുവൻ നിങ്ങൾ ചരിത്രമായിട്ട് പരിഗണിച്ചാൽ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ള പലതും ചരിത്രമായിട്ട് വരുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് ഗണപതിയും പിന്നെ മറ്റേ രാമനും ഒക്കെ ചരിത്രമായിട്ട് വരുമ്പോൾ അത് ഓർമ്മയാണല്ലോ. അപ്പോൾ എല്ലാ ഓർമ്മകളും ചരിത്രമാണ്, ചരിത്രവും ഓർമ്മയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഓർമ്മകളെ എങ്ങനെയാണ് നമ്മളൊരു ആഖ്യാനവുമായിട്ടും അതിനെ ഒരു സമൂഹ രൂപീകരണമായിട്ടും ഐഡൻറ്റിറ്റി ആയിട്ടൊക്കെ ബന്ധിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് വളരെ പ്രധാനമായി തീരും. അങ്ങനെയാണ് സനൽ മോഹൻ മാഷ്ടെ പിന്നെ സ്ലേവറിയെക്കുറിച്ചുള്ള പഠനത്തിനകത്ത് എങ്ങനെയാണ് പൊയ്കയിലപ്പച്ചൻ ഈ ഓർമ്മകളെ സ്വാംശീകരിക്കുകയും ആ ഓർമ്മകളിലൂടെ ഒരു ജനതയെ കടത്തിവിട്ട് അവരിലൊരു പ്രത്യേക രീതിയിലുള്ള ഐഡൻറ്റിറ്റി, ഏജൻസി രൂപപ്പെടുത്തിയെടുക്കാൻ എങ്ങനെയാണ് PRDSൻ്റെ ഈ ആഖ്യാന രൂപം സഹായിക്കുന്നതെന്ന് അദ്ദേഹം ആ പുസ്തകത്തിനകത്ത് മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ മെമ്മറി എന്നുള്ളത് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു താക്കോൽ വാക്കായി തീരുകയാണ് ചെയ്യുന്നത്. ഓർമ്മയും ആഖ്യാനവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി WJ.T. മിച്ചൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ തിയറി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി പറയുന്നുണ്ട്. ബിലവഡ് എന്ന നോവലിനകത്ത് എങ്ങനെയാണ് ടോണി മോറിസൺ ഈ ആഖ്യാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഓർമ്മകളുടെ ആഖ്യാനം എങ്ങനെയാണ് കടന്നത്, അതിൽ സ്പേസിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞത് ഏത് ഡിസിപ്ലിനാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അത്ര കൃത്യമായിട്ട് നമ്മളെ വഴി കാണിക്കുന്ന ഒന്നാണ് ഈ താക്കോൽ വാക്ക് എന്ന് പറയുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. അതുപോലെ പുതിയ ചില വാക്കുകൾ ഉണ്ടായി വരുന്നുണ്ട് താക്കോൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗോപാൽ ഗുരു എഡിറ്റ് ചെയ്തിട്ടുള്ള ഹ്യൂമിലിയേഷൻ എന്ന് പറയുന്ന അപമാനം, അതൊരു പ്രധാനപ്പെട്ട താക്കോൽ വാക്കായി വരികയാണ്. അതിനെ സോഷ്യോളജി ആയിട്ടും ഹിസ്റ്ററി ആയിട്ടും നരേഷനായിട്ടും എല്ലാം ബന്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ദളിത് പഠനങ്ങളൊക്കെ നമ്മളിപ്പോൾ പിന്തുടരുമ്പോൾ ഇത്തരം താക്കോൽ വാക്കുകൾ വളരെ പ്രധാനമായി വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ രാഷ്ട്രീയ മൂല്യം എന്താണ് എന്നതാണ് പ്രധാനം. ബോഡി എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ടൊരു താക്കോൽ വാക്കായിത്തീരുന്നത് എന്ന് വളരെ വിശദമായിട്ട് മധുമാഷ പോലുള്ള ആളുകളൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഇനി ഇങ്ങനെ ചില താക്കോൽ വാക്കുകൾ കാലഹരണപ്പെട്ടു പോയ താക്കോൽ വാക്കുകൾ ഉണ്ടാവാം. ഉദാഹരണത്തിന് മനുഷ്യൻ എന്ന വാക്ക് ഇപ്പോൾ അൽത്യൂസറൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കിയിട്ടുള്ളൊരു സംഗതിയാണ്. ഹ്യൂമനിസത്തിനെതിരെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്ന് കരുതി മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നൊരു താക്കോൽ വാക്കാണോ മനുഷ്യൻ എന്നത്? കാരണം സുനിലൊക്കെ എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യത്വത്തെ പറ്റിയാണ്. നാരായണ ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? മനുഷ്യൻ ഇപ്പോഴും രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് അൽത്യൂസർ ഹ്യൂമൻ എന്ന് പറയുന്ന ഒന്നിനെ കാണുന്നത് പോലെ മലയാളിയായിട്ടുള്ളൊരു ഗവേഷകയ്ക്ക് കാണാൻ കഴിയണമെന്നില്ല. ഇന്ത്യയിൽ ഇന്നും മനുഷ്യർ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഏത് താക്കോൽ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റാണ് പ്രധാനം. അത് യൂറോപ്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഒരു താക്കോൽ വാക്ക് അതേ അർത്ഥത്തിലല്ല നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. മനുഷ്യൻ ഇന്നും നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കീവേഡാണെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ലോകത്തെല്ലാ സമൂഹങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല. ഒരുപക്ഷെ ആ ഘട്ടമൊക്കെ കടന്നുപോയ ലോകത്ത് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ലായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പമായി ഇപ്പോഴും നിലനിൽക്കുക. ലിബറൽ ഹ്യൂമനിസത്തിൻ്റെ ഒന്നും പ്രാധാന്യം കഴിഞ്ഞുപോയ ഒരു സമൂഹമാണ് നമ്മുടേതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ പുതിയ താക്കോൽ വാക്കുകൾ നിലനിൽക്കുമ്പോൾ തന്നെ പഴയ താക്കോൽ വാക്കുകളെ നമുക്ക് പുതിയ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതായും വരും. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന സങ്കല്പം ഒരു പക്ഷേ ആദ്യകാലം നമ്മുടെ എഴുത്തുകാർ ഉപയോഗിച്ചിരുന്ന അർത്ഥത്തിലായിരിക്കില്ല ഇന്ന് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു ഒറ്റ കാര്യം കൂടി ഈഗിൾട്ടൻ്റെ ഉദ്ധരിച്ച് അവസാനിപ്പിക്കാം. അത് വിവർത്തനം ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് ഇംഗ്ലീഷിൽ തന്നെ അങ്ങ് വായിക്കാം. സ്റ്റുഡൻസ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് however are in general better at getting out of bed than students of art and English. Some of the very qualities which attract cultural specialists to the political left are also the ones which make them hard to organize. They are the jokers in the political pack, reluctant joiners who tend to be more interested in utopia than trade unions. Unlike Oscar Wilde's Philistine, they know the value of everything and the price of nothing. You would not put Arthur Rimbaud on the sanitation committee. In the 1960s and 70s, this made cultural thinkers ideal candidates for being inside and outside Marxism simultaneously. In Britain, a prominent cultural theorist like Stuart Hall occupied this position for decades before shifting decisively into the non-Marxist camp. ഇത് അല്പം പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഈ കൾച്ചർ സ്റ്റഡീസിൽ ഗവേഷണം ചെയ്യുന്ന ആളുകൾ അവർ പലപ്പോഴും ഈ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്ന ഉട്ടോപ്പിയയിൽ ജീവിക്കുന്നവരാണ്. നിങ്ങൾ വലിയ സൈദ്ധാന്തികനായിരിക്കും, പക്ഷെ ഒരു സാനിറ്റേഷൻ കമ്മിറ്റിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാ നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം അതിന്നൊക്കെ വിട്ടു നിന്ന് ചെയ്യുന്ന ധൈഷണിക പ്രവർത്തനത്തെ പൊതുവെ നമ്മൾ അക്കാദമിക ഗവേഷണം എന്ന് പറയുന്നത്. പക്ഷേ റെയ്മൺ വില്യംസ് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസാണ് നിങ്ങളുടെ മേഖലയെങ്കിൽ നിങ്ങൾക്ക് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല തന്നെയാണ്. എങ്കിൽ മാത്രമേ അതിന് നിങ്ങളുടെ പഠനത്തിന് ആ വീറും ഉറപ്പും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്: ടു ബി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എ പൊസിഷൻ അറ്റ് ദ സെയിം ടൈം, ടു occupy a territory while loitering septically on the boundary is often where the most intensely creative ideas stem from. അതാണ് ആ ഒരു പൊസിഷൻ. നിങ്ങൾ ഒരേ സമയത്ത് നിങ്ങളുടെ ചില രാഷ്ട്രീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈനംദിന ജീവിതത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ തന്നെ അതിനകത്തുള്ള ഒരു ക്രിട്ടിക്കായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധിക്കണം. അങ്ങനെ ഒരേ സമയം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ലിമിനാലിറ്റിയിലാണ് സംസ്കാര പഠനത്തിൻ്റെ ക്രിയേറ്റിവിറ്റി നിലനിൽക്കുന്നത്. ദൈനംദിന രാഷ്ട്രീയത്തോട് നിങ്ങൾ റെയ്മൺ വില്യംസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രെഡറിക് ജെയിംസിനെ കുറിച്ചോ നിങ്ങൾ പഠിക്കുന്നു, പക്ഷേ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാവണമെന്നോ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്ന ആളാവണമെന്നോ അതിനോട് സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്യാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാവണം. അതാണ്. അതിനെ ഔട്ട്റൈറ്റായിട്ട് തള്ളിക്കളയുകയോ അതിനെ അതുപോലെ സ്വീകരിക്കുകയോ ചെയ്യല്ല. അതിനോട് എൻഗേജ് ചെയ്യാനുള്ള ശേഷിയില്ലാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് പൊളിറ്റിക്കൽ അൺകോൺഷ്യസിനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? അതാണ്. ഇതാണ് സാംസ്കാരിക പഠനത്തിൻ്റെ പ്രശ്നം. മറ്റേത് വിഷയവും നിങ്ങൾക്ക് എങ്ങനെയും പഠിക്കാം, പക്ഷേ സാംസ്കാരിക പഠനം നിർവഹിക്കുന്ന ഒരാൾക്ക് തൻ്റെ ചുറ്റും നടക്കുന്ന ദളിത് രാഷ്ട്രീയമാവാം, ഇടതുപക്ഷ രാഷ്ട്രീയമാവാം, പരിസ്ഥിതി രാഷ്ട്രീയമാവാം, അവയോട് സീരിയസ് ആയിട്ട് ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും എഴുതുന്ന കുറിപ്പുകളെ പറ്റിയല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആഴത്തിൽ അപഗ്രഥിക്കാതെ അതിൻ്റെ വിത്തും വേരും തേടി നിങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാംസ്കാരിക പഠനം ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയില്ല. കാരണം സാംസ്കാരിക പഠനത്തിൻ്റെ ആത്യന്തിക വിജയം, അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയ മുന്നേറ്റമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.